പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഈ ആഴ്ച രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പാർട്ടിയിലെ വലിയൊരു വിഭാഗം അംഗങ്ങൾ എതിരായതോടെയാണ് ട്രൂഡോ രാജിവെക്കുന്നത്. 9 വർഷമായി ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്നാണ് രാജിവെക്കാൻ തയ്യാറെടുക്കുന്നത്. ലിബറൽ പാർട്ടിയുടെ 153 എംപിമാരിൽ 131ഓളം പേർ ട്രൂഡോയ്ക്ക് എതിരാണ്. 20 മുതൽ 23 വരെ എംപിമാർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ട്രൂഡോ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരും. 4 മാസത്തിനുള്ളിൽ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും. ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരും. ഇതിനു മുമ്പ് ട്രൂഡോ രാജിവെക്കുമെന്നാണ് അഭ്യൂഹം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പരിഷ്കരിച്ച കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ. നിയമലംഘകർക്ക് 2000 ദിനാർ വരെ പിഴ ശിക്ഷ ലഭിക്കും. രാജ്യത്ത് 6 പതിറ്റാണ്ട് പഴക്കമുള്ള നിയമമാണ് ഭേദഗതി ചെയ്തത്. നിയമം ലംഘിച്ചാൽ 600 ദിനാർ മുതൽ 2000 ദിനാർ വരെ പിഴ അടയ്ക്കേണ്ടതായി വരും. സന്ദർശക വിസ കാലാവധിക്ക് ശേഷം കുവൈറ്റിൽ തങ്ങുന്നവർ ഓരോ ദിവസവും 10 ദിനാർ വീതം പിഴ നൽകണം. ഈ വിഭാഗത്തിൽ പരമാവധി 2000 ദിനാർ വരെ ഈടാക്കും. നേരത്തെ 600 ദിനാർ ആയിരുന്നു ഈടാക്കിയിരുന്നത്. റെസിഡൻസി വിസ കാലാവധി കഴിഞ്ഞവരിൽ നിന്ന് ആദ്യ മാസം ദിവസേന 2 ദിനാർ വീതവും പിന്നീടുള്ള ദിവസങ്ങളിൽ 4 ദിനാർ വീതവും പിഴ ഈടാക്കും. ഈ വിഭാഗത്തിൽ നിന്ന് പരമാവധി ഈടാക്കുന്ന തുക 1200 ദിനാറാണ്. ഗാർഹിക തൊഴിൽ വിസ നിയമം ലംഘിക്കുന്നവർ ദിവസേന 2 ദിനാർ പിഴ അടയ്ക്കണം. പരമാവധി അടയ്ക്കേണ്ട തുക 600 ദിനാറാണ്. കുവൈറ്റിൽ ജനിച്ച് 4 മാസത്തിനുള്ളിൽ നവജാത ശിശുവിന്റെ ജനനത്തെക്കുറിച്ച് അധികൃതരെ അറിയിക്കാത്തവർ ആദ്യ മാസത്തെ കാലതാമസത്തിന്റെ ഓരോ ദിവസത്തിനും 2 കുവൈറ്റ് ദിനാർ നൽകണം. അതിനുശേഷം വൈകുന്ന ഓരോ ദിവസത്തിനും 4 കുവൈറ്റ് ദിനാർ നൽകണം. പരമാവധി പിഴ 2000 കുവൈറ്റ് ദിനാറാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയുടെ സേവന മേഖല കഴിഞ്ഞ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. വേഗതയേറിയ വളർച്ചയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയുടെ സേവന മേഖല ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി പർച്ചേസിംഗ് മാനേജർമാരുടെ സൂചിക വ്യക്തമാക്കുന്നു. PMI സൂചിക നവംബറിലെ 51.5 നിന്ന് ഡിസംബറിൽ 52.2 ഉയർന്നു. എന്നിരുന്നാലും വിദേശത്തു നിന്നുള്ള ഓർഡറുകൾ കുറഞ്ഞു. ഇത് ചൈനയുടെ കൂടുതൽ വ്യാപാര വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു. കേസിൻ, S&P ഗ്ലോബൽ എന്നിവർ പറയുന്നതനുസരിച്ച് ആഭ്യന്തര ഡിമാൻഡിലെ കുതിച്ചുചാട്ടത്തെ തുടർന്ന് 2024 മെയ്യിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് ഇത്. ഉൽപാദനേതര പ്രവർത്തനങ്ങൾ ഡിസംബറിൽ 52.2 ഉയർന്നു. നവംബറിൽ ഇത് 50.0 2023 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി വിദേശത്തു നിന്നുള്ള പുതിയ ബിസിനസ് വരവ് കുറഞ്ഞു. 4 മാസത്തിനുള്ളിൽ ആദ്യമായി കമ്പനികൾ തങ്ങളുടെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു. ചെലവ് സമ്മർദ്ദങ്ങളാണ് ഈ തീരുമാനത്തിന് കാരണമായത്. ഇൻപുട്ട് മെറ്റീരിയലുകളുടെ വിലയും കൂലിയും കൂടിയത് തിരിച്ചടിയായി. മന്ദഗതിയിലുള്ള ഉപഭോഗം, ദുർബലമായ നിക്ഷേപം, രൂക്ഷമായ റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി എന്നിവയാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗുരുതരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ ഒരു മേഖലയായ കയറ്റുമതി പോലും ഭീഷണിയിലാണ്. ചൈനീസ് ഇറക്കുമതിക്ക് 60% തീരുവ ചുമത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വീണ്ടും അറസ്റ്റ് വാറണ്ട്. ബംഗ്ലാദേശിലെ നിയമവിരുദ്ധ കൊലപാതകങ്ങളിലും രാജ്യത്തുനിന്ന് മാറി നിന്നതിനുമാണ് ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ബംഗ്ലാദേശ് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഹസീനയുടെ മുൻ പ്രതിരോധ ഉപദേഷ്ടാവ് താരിഖ് അഹമ്മദ് സിദ്ദിഖ്, മുൻ IG P ബാനസീർ അഹമ്മദ് എന്നിവരടക്കം 10 പേർക്കാണ് അറസ്റ്റ് വാറന്റ്. ഇവർക്കെതിരെ ഒക്ടോബറിലെ വാറന്റ് നിലനിൽക്കെയാണ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാമിന്റെ അധ്യക്ഷതയിലുള്ള ട്രിബ്യൂണൽ വീണ്ടും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച കലാപത്തിൽ 260-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്ത ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം നടന്നത്. സുപ്രീം കോടതി ഇടപെട്ട് ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിച്ചെങ്കിലും പ്രതിഷേധക്കാർ സർക്കാർ രാജിവെക്കണമെന്ന ആവശ്യവുമായി നിരത്തിലിറങ്ങുകയും വലിയ കലാപമായി മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഷൈഖ് ഹിന്ദ് കുടുംബ പദ്ധതി പ്രഖ്യാപിച്ചു. തൊഴിലും കുടുംബജീവിതവും തുല്യമായി കൊണ്ടുപോകുന്നതിന് സഹായകരമാണ് പദ്ധതി. സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ സംരംഭങ്ങളിലൂടെ ദുബായിലെ എമിറാത്തി കുടുംബങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത ദുബായ് ഭരണാധികാരിയുടെ ഭാര്യ ഷൈഖ ഹിന്ദ് ബിന്ത് മക്തൂം പ്രത്യേക കുടുംബ പദ്ധതി പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് 10 ദിവസത്തെ ശമ്പളാവധി നൽകും.
ജോലി ചെയ്യുന്ന മാതാവിന് പ്രസവാവധിക്ക് ശേഷം 1 വർഷം വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അവസരമൊരുക്കും. പ്രതിമാസം 30,000 ദിർഹത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 3,000 ദിർഹത്തിന്റെ ഭവന വായ്പാ ഇളവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹ ജീവിതം ആരംഭിച്ചവർക്ക് വീട് വയ്ക്കാനായി പരിശീലന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.